രാഹുലെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇങ്ങനെ ചർച്ചകൾ എടുക്കുന്നു. വളരെ തമാശയുള്ള കാര്യമാണ്. അതായത് നേഷൻ ഫസ്റ്റ് ഒരു UDF ചാനലാണോ അല്ലെങ്കിൽ കോൺഗ്രസ് ചാനലാണോ? ഇപ്പോ രാഹുലിന് കോൺഗ്രസ് അനുഭാവമുണ്ട്. എന്റെ രാഷ്ട്രീയം എന്താണെന്ന് അറിയാം. ഞാൻ ഒരു ഇടത് അനുഭാവം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ ഓൺലൈൻ ചാനലുകളും കേരളത്തിൽ അല്ലെങ്കിൽ ഇതേപോലെ CPM-ന്റെ അല്ലെങ്കിൽ BJP-യുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ സംഘടനകളുടെ ഫണ്ട് വാങ്ങിച്ചിട്ടാണോ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത്? അല്ല, എന്റെ അടുത്തും കുറെ ആളുകൾ ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പല വാർത്തകളും പുറത്തേക്ക് ഇടും. നിങ്ങൾ UDF-ന്റേത് മൊത്തത്തിൽ വാങ്ങിച്ചതാണോ അതോ എത്ര രൂപ കിട്ടിയതൊക്കെയാ ചോദിക്കുന്നത്. ഓരോ നേതാക്കന്മാരെയും പ്രത്യേകം എടുത്തേക്കുന്നതാണോ എന്നൊക്കെ. രമേശ് ചെന്നിത്തലയെ പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോ എന്റെ അടുത്ത് സുഹൃത്ത് ചോദിക്കുക, എത്ര വാങ്ങിച്ചു, അദ്ദേഹത്തിന്റെ ഒരുപാട് പേര് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു കേട്ടല്ലോ എന്നൊക്കെ. അല്ല, എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിതൊരു രൂപ പോലും കിട്ടിയതായിട്ട് എനിക്ക് അറിവില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെ പൈസ വാങ്ങിച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് പൈസ വാങ്ങിച്ചൂടാ. അതെ, നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് പണം കിട്ടുന്നു എന്ന് ഇവർ ആരോപിക്കുമ്പോഴേ, അപ്പോ ഇത്തരത്തിൽ കിട്ടുമ്പം ഈ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വാർത്തകൾ ചെയ്യാൻ എത്ര രൂപ കിട്ടും? പരസ്യ വരുമാനം പോട്ടെ, ഇപ്പൊ പല ചായ്വുകളും നടത്തുന്ന പല മെയിൻ സ്ട്രീം ചാനലുകളും ഉണ്ട്, അവിടുത്തെ മുതിർന്ന ജേർണലിസ്റ്റുകളൊക്കെ തന്നെയുണ്ട്. അപ്പോ അവർ ഇത്തരത്തിൽ പണം വാങ്ങിക്കുന്നില്ല എന്നൊരു സംശയം നമുക്ക് പ്രകടിപ്പിച്ചൂടെ? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മളെക്കാളുടെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇന്റർവ്യൂ എടുക്കുന്നതും കൂടുതൽ റീച്ച് ഉണ്ടാക്കുന്നതും ഇത്തരത്തിലുള്ള മെയിൻ സ്ട്രീം മാധ്യമങ്ങളാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരിലൂടെയുള്ള വാർത്തകൾ അവര് മെയിൻ സ്ട്രീം മാധ്യമങ്ങളാണ്. അപ്പൊ അവരാണ് ഇത്തരത്തിലുള്ള നേതാക്കന്മാരുടെ ഇന്റർവ്യൂ എടുക്കുന്നതും ഓരോരുത്തർക്ക് കൃത്യമായിട്ട്, അതായത് ഇപ്പം പലപ്പോഴും പല ചാനൽ ചർച്ചയിലും ഇരുന്ന് ഇവർ പറയുന്ന കാര്യങ്ങളാണല്ലോ പിന്നീട് അവർക്ക് സംസാരിക്കാനും കോൺഗ്രസ് ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏത് പാർട്ടിയാണെങ്കിലും അവരുടെ സൈബർ പോരാളികൾക്ക് അത് വെട്ടിയൊട്ടിച്ച് റീലാക്കാനും പറ്റുന്നത്. അപ്പം ഇവർക്കൊക്കെ പൈസ കിട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്. ഈ സാധാരണപ്പെട്ട മനുഷ്യരുടെ ഏറ്റവും വലിയ ചോദ്യങ്ങളൊന്നാണ്, നിങ്ങൾ പൈസ വാങ്ങിച്ചിട്ടാണോ ഈ വാർത്ത? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നത്, ഒരു ദിവസം നമ്മൾ KC വേണുഗോപാലിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ KCയുടെ പൈസ വാങ്ങിച്ചു. ഒരു ദിവസം കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹം അർഹനാണ്, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ച് 26ാമത്തെ വയസ്സ്. അതേപോലെ നമ്മൾ ഒരുപാട് ഇപ്പൊ VD സതീശനെ പറ്റി ചെയ്തു. രാഷ്ട്രീയ സാഹചര്യങ്ങൾ പറയും, അതായത് കോൺഗ്രസ് രാഷ്ട്രീയം പറയാൻ അത്ര മനോഹരമായ രാഷ്ട്രീയം എല്ലാ രാഷ്ട്രീയവും അത് CPM-ന്റെ രാഷ്ട്രീയം പറയുന്നു. CPM ഇപ്പോഴും തുടർ ഭരണം CPM വരുമെന്നാണ് നമ്മൾ ഇപ്പോഴത്തെ സ്ഥിതി പല ചർച്ചകൾ പറയുന്നത്. അതിനുവേണ്ടി കോൺഗ്രസ് പണിയെടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ പറയുന്നത് കോൺഗ്രസ് മൊത്തത്തിൽ നമ്മളെ അങ്ങ് വാങ്ങിച്ചു. അല്ല, നമ്മള് BJP-ക്ക് അനുകൂലമായിട്ട് തീർച്ചയായിട്ടും, അതായത് ജെന്യൂൻ ആയിട്ടുള്ള കേസുകൾ, അത് അവരെ കുറ്റം പറയാൻ പാടില്ലാത്ത ചില കേസുകൾ, ഇപ്പം സുരേഷ് ഗോപിയെ ചില സന്ദർഭങ്ങളിൽ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നത്, അതിൽ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ BJP-ക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപി നമുക്ക് പൈസ തരുന്നുണ്ട് എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം CPM-നെ സംബന്ധിച്ച് കോൺഗ്രസിൽ നിന്ന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാകുമ്പോൾ CPM-ലുള്ള ആളുകളെ നമ്മൾ കൃത്യമായിട്ട് അവർ ചെയ്തതാണ് ശരി അല്ലെങ്കിൽ അവരുടെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ, വീഡിയോകൾ ചെയ്യുമ്പോൾ CPM-കാർ നമുക്ക് പൈസ തരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ അതെ, CPM-ന്റെ നേതാക്കന്മാരെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര രൂപ ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ CPM-നെ മൊത്തത്തിൽ നിങ്ങൾ വിലയ്ക്ക് വാങ്ങിക്കുമോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിട്ട് ഒരുപാട് ആളുകൾ പലപ്പോഴും ഇവരുടെ എല്ലാം വിചാരം നമ്മള് ഏതെങ്കിലും ഒരു നേതാവിനെതിരെ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാല് ആ നേതാവിന്റെ PR വർക്കുകളാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊരു തോന്നൽ. കഴിഞ്ഞ ദിവസം രാഹുലിനെതിരെ എനിക്കെതിരെ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ നമ്മൾ രാഹുലിനെയും ഷാഫിയും അങ്ങ് വെളുപ്പിച്ചെടുക്കുകയാണെന്നാണ് പറയുന്നത്. അല്ല, നമ്മള് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം തന്നെ പലപ്പോഴും അദ്ദേഹത്തിനെ ക്രൂരമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടാണ്, നമ്മൾ ശിക്ഷിക്കപ്പെടണം. അതിന് ഒരു തെറ്റുമില്ല. കാരണം ഇവിടെ ഒരു ഭരണഘടനാ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അവകാശമുണ്ട്, ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ശാസ്ത്രമേള നടക്കുന്ന വേദിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു വരുന്നു. അപ്പം BJP നേതാവായിട്ടുള്ള മിനി കൃഷ്ണകുമാർ ഇറങ്ങിപ്പോകുന്നു. അവിടെ അതിന്റെ ഒരു കാര്യമില്ല. അല്ലെങ്കിൽ വേദി പങ്കിടാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ അവരുടെ BJP-യുടെ ചെയർപേഴ്സൺ ഉണ്ടല്ലോ, പ്രമീള ശശി, അവരാണ് ആദ്യമേ വേദി വിട്ടു പോകേണ്ടത്. അല്ലെങ്കിൽ അതിലൊക്കെ അവരുടേതായ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ, അവരൊരു സ്ത്രീ സമത്വം ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തി എന്ന അതൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ ഈ ഷാഫിയെയും രാഹുലിനെയും ഇങ്ങനെ വിളിപ്പിച്ചെടുക്കുന്നു, കോൺഗ്രസ് വാർത്തകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, കോൺഗ്രസ് അനുഭാവം പുലർത്തുന്നതാണ്, അല്ലെങ്കിൽ കേരളത്തിലെ കുറെ അധികം മാധ്യമങ്ങളെ
ഓൺലൈൻ മാധ്യമങ്ങളെ കോൺഗ്രസ് വിലക്കെടുത്തിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മുടെ കമന്റുകൾ തന്നെ നോക്കിയാൽ അറിയാം. അല്ല, അത് സാധാരണമാണ്. ഞാനിപ്പം ഏതെങ്കിലും വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വന്ന് സുഡാപ്പി ആക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ സംഖ്യയാക്കുന്നവരുണ്ട്, കുങ്ങിയാക്കുന്നവരുണ്ട്, കമ്മിയാക്കുന്നവരുണ്ട്. അത് നമ്മൾ ചെയ്യുന്ന ഓരോ വാർത്തകളും അതിന്റെ ആംഗിളുകൾക്കനുസരിച്ച് അത് മാറും. അത് ഏത് മാധ്യമ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം മുഖ്യധാര മാധ്യമങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇവര് വാർത്തകൾ ചെയ്തു കഴിഞ്ഞാലും ഇതിന്റെ അടിയിൽ വന്നിട്ട് അവരെ വിളിപ്പിക്കാൻ നിനക്ക് എത്ര രൂപ കിട്ടിയെന്ന് ചോദിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. അപ്പം സത്യങ്ങൾ ആർക്കും വേണ്ട. കള്ളം പറയുന്നവരെയും അല്ലെങ്കിൽ ഇത്തരത്തിൽ വെള്ളപൂശാൻ നടക്കുന്ന ആളുകളെയും മാത്രമേ ആളുകൾക്ക് വേണം. ഇപ്പൊ നമ്മള് ഒരു മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വിഷയത്തെ അടിസ്ഥാനമാക്കി ഇപ്പോഴത്തെ കാലത്ത് സത്യാനന്തര മാധ്യമ പ്രവർത്തനം ഒന്നുമല്ല. ഗിമിക്സുകളൊക്കെ പലരും കാണിക്കാറുണ്ട്. നമ്മൾ കാണിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ ചർച്ച തന്നെ പറയുന്നത് ചാനൽ ജോത്സ്യന്മാരാണ് ഇവിടെ പ്രവചനങ്ങൾ നടത്തുന്നത്. നമ്മൾ എന്താണ് ഒരു പൊളിറ്റിക്കൽ സ്പെക്കുലേഷൻ ആണ് ഇത് നടക്കുമെന്നല്ല, സാധ്യത വരുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വാർത്തകളുടെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ എടുക്കുന്ന ഏത് ചർച്ചകളാണെങ്കിലും നോക്കിക്കോളൂ. ഇത് നമ്മൾ പടച്ചുവിടുന്ന വാർത്തകളോ മറ്റു കാര്യങ്ങളോ അല്ല. ഏതെങ്കിലും മുഖ്യധാര മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെ ചർച്ചകളാക്കുക, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോഴേക്കും നമ്മളിപ്പം ഒരു വിഷയം വരുമ്പം ആ വിഷയത്തിന് അനുകൂലമായിട്ടായിരിക്കും അത് നമ്മളുടെ എത്തിക്സ് നോക്കിയിട്ട് അത് അവരുടെ ഭാഗത്താണ് ശരി. അപ്പം അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു മാധ്യമമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും സംസാരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മുഖങ്ങൾ വേണം. സാധാരണ കോമൺ മാൻ സ്പേസ് ആയിട്ടാണ് നമ്മുടെ അല്ല, നമ്മൾ ഇപ്പം നേഷൻ ഫസ്റ്റിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ വിമർശിക്കുന്ന ഒരു ചാനൽ, അത് കൃത്യമായിട്ട് വിമർശിക്കുന്നതാണ്. ഇവര് എങ്ങനെയെങ്കിലും ഒന്ന് നന്നാവട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പൊ CPM-നെ വിമർശിക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം കാര്യങ്ങളല്ല. CPM-നെ വിമർശിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അവർ പറയുന്ന ചില ഫീഡ്ബാക്ക് ഉണ്ട്. ഇത് CPM-മാർക്ക് മനസ്സിലാകണം. അപ്പം ഈ എല്ലാ പാർട്ടിയും ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ജനാധിപത്യ രാജ്യമായിട്ട് ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയൂ. ഇവിടെ ഒരു പാർട്ടി മാത്രമാവുകയാണെങ്കിൽ അത് ഏകാധിപത്യം മാത്രമായി പോകും. അപ്പം ആശയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങൾ വേണം, ആശയപരമായിട്ട് മാത്രം. അതിനെ അല്ലാത്ത രീതിയിൽ ശാരീരികമായിട്ട് എടുക്കുമ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ പൈസയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കേരളത്തില് PR വർക്കുകൾ നടത്തുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട്. അത് മുഖ്യധാര മാധ്യമങ്ങളെല്ലാം എടുത്തു നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അജണ്ടകൾ ബേസ് ചെയ്ത് പോകുന്ന ചാനലുകളാണ്. ഇവിടെ അജണ്ടകൾ ഇല്ലാത്ത ഏത് ചാനലാണ്? തീർച്ചയായിട്ടും എല്ലാ ചാനലുകളും. പക്ഷെ നമ്മുടെ ചാനലിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള മുഖങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ചർച്ചകൾ, ആളുകൾ മാറുന്നതിനനുസരിച്ച് ആ ചർച്ചയുടെ സബ്ജക്റ്റുകൾ മാറും. കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പൊ വേടനുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പൊ നമ്മൾ രണ്ടുപേരും എടുക്കുകയാണെങ്കിൽ ചിലപ്പോ വേടനെ അനുകൂലിച്ചുകൊണ്ടായിരിക്കും ആ ചർച്ച എടുക്കുന്നത്. ചിലപ്പോ മറ്റു രണ്ടുപേർ എടുക്കുമ്പോൾ ഭയങ്കര പ്രത്യാക്രമണമൊക്കെ നേരിടുന്നുണ്ട്. അതെ, അവരെടുക്കുമ്പോൾ അത് മറ്റൊരു രീതിയിലായിരിക്കും. അപ്പൊ ഒരു വിഷയത്തിൽ തന്നെ രണ്ട് മുഖങ്ങളുണ്ട്. ആ രണ്ട് മുഖങ്ങൾ രണ്ടുപേരിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അത് വ്യത്യസ്തമായിട്ടായിരിക്കും ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നത്. അത്തരത്തിലുള്ള തെരഞ്ഞെടുത്ത് കമന്റ് തൊഴിലാളികളായിട്ടുള്ളവർ ആക്രമിക്കുന്നു എന്നാണ്. അതെ, ഇപ്പൊ ചില ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ രാവിലെ അനുകൂലിക്കും, ഉച്ച കഴിഞ്ഞിട്ട് പ്രതികൂലിക്കും, അത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഒരാള് അനുകൂലിക്കും, മറ്റൊരാള് പ്രതികൂലിക്കും. അത് തന്നെയാണ് ഒരു മാധ്യമ പ്രവർത്തനം ചെയ്യേണ്ടത്. ഇപ്പം ഒരാളെ സംബന്ധിച്ച് അയാളുടെ രണ്ട് മുഖങ്ങൾ, അത് ഒരു പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പം CPM-നെ സംബന്ധിച്ചാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും BJP-യെ സംബന്ധിച്ചാണെങ്കിലും അതെ, രണ്ട് മുഖങ്ങളുണ്ട്. ഇപ്പൊ BJP-യെ സംബന്ധിച്ച് വർഗീയ പാർട്ടിയാണ് അല്ലെങ്കിൽ വർഗീയത ഒരുപാടുള്ള പാർട്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഇപ്പുറത്തെ സൈഡിലേക്ക് ചില ഭാഗങ്ങളിൽ എന്തുകൊണ്ട് BJP നേതാക്കന്മാരെ വീണ്ടും തെരഞ്ഞെടുപ്പിൽ അവർ വിജയിപ്പിക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട്. അവിടെ അവർ നൽകുന്ന വികസന പ്രവർത്തനം മാറ്റി നിർത്തിക്കൊണ്ട് ചർച്ചകൾ മുന്നോട്ട് നയിക്കാൻ പറ്റില്ല. ഇപ്പൊ BJP-യെ മാറ്റി നിർത്താൻ പറ്റുമോ? CPM-നെ മാറ്റി നിർത്താൻ പറ്റുമോ? CPI-യെ മാറ്റി നിർത്താൻ പറ്റുമോ? അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്താൻ പറ്റുമോ? കോൺഗ്രസിനെ മാറ്റി നിർത്താൻ പറ്റുമോ? ഇല്ല. ഇത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ സംസാരിക്കുന്നതൊക്കെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ, അതേപോലെ തെരഞ്ഞെടുപ്പിരിക്കുന്ന വേളയിൽ അതിന്റെ വിശദമായ ഇപ്പോൾ കോൺഗ്രസിനെ വെളുപ്പിക്കുന്നു എന്നാണ് നമ്മൾ കോൺഗ്രസിനകത്ത് കോൺഗ്രസ് എങ്ങനെ സംഘടന, ഇപ്പൊ കഴിഞ്ഞ ദിവസം കോൺഗ്രസെ തമ്മിലടിക്കരുത് നമ്മൾ ചെയ്തു. എന്താണ് സംഘടനാപരമായി അവർ നേരിടുന്ന വിഷയങ്ങളിൽ ഒന്നാണ്. മുകളിൽ തട്ടിൽ റെഡിയാക്കി വരുമ്പോൾ താഴെ തട്ടിൽ പൊളിയുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റത്തെ, അതിൽ നമ്മൾ വീണ ജോർജിനെ കടത്തി കുറ്റം പറഞ്ഞില്ല, സിസ്റ്റത്തിന്റെ കുഴപ്പമാണെന്നേ പറഞ്ഞുള്ളൂ. ഇപ്പൊ ഏത് സർക്കാരാണ് വരുന്നതെങ്കിലും മെഡിക്കൽ മേഖല ഇത് തുറന്നിട്ടിരിക്കുന്നതുകൊണ്ടല്ലേ വേണൂരെ പോലുള്ളവർ വരുന്ന അവിടെ മരണപ്പെടുന്നത്. അതെന്താണ് റിവോക്ക് ചെയ്ത്
അപ്പൊ അങ്ങനെ മുഖ്യധാര മാധ്യമങ്ങൾക്കൊക്കെ കോടികൾ കൊടുക്കുന്ന രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെയും കൂടെ ഒക്കെ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഒരുപാട് വാർത്തകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇന്നവരെ നമ്മളെ ആരും തേടി വന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ രാവിലെ അവരെ അനുകൂലിക്കുകയും ഉച്ച കഴിഞ്ഞിട്ട് അവരെ വലിച്ചൊട്ടിച്ച് കീറുകയും ചെയ്യുന്നതുകൊണ്ടായിരിക്കും. സുഹൃത്ത് ചോദിച്ചു, നീ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്ത വ്യക്തിയല്ലേ, കാര്യങ്ങളൊക്കെ അറിയാവുന്ന വ്യക്തിയല്ലേ? ഞാൻ വളരെ കൃത്യമായി അതിന്റെ കാര്യങ്ങളെ പറ്റിയും രാഹുലിന്റെ നിലപാടുകളോടൊന്നും ചോദിച്ചില്ല. ഞാൻ രാഹുലിനെ എപ്പോഴും പ്രതികൂലിക്കുന്ന ഒരു വ്യക്തിയാണ്. രാഹുൽ ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷെ ഒരു ചർച്ചയിൽ ഇരിക്കുമ്പോൾ രണ്ട് ഭാഗവും കേൾക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും. ഇപ്പം ഒരു ചർച്ച എടുക്കുകയാണ്, ആ ചർച്ചയെ നമ്മൾ ഫ്രെയിം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ PR ചാനലാണെന്നോ? അങ്ങനെയാണെങ്കിൽ ആദ്യം തൊട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കൃത്യമായിട്ട് വിമർശിച്ചിട്ടുള്ള ചാനൽ നമ്മൾ തന്നെ. തീർച്ചയായിട്ടും. അപ്പം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വരികയാണെങ്കിൽ നമ്മൾ ഫ്രെയിം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പം ഒരാള് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ മറ്റേ ആള് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പറയും. അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോഗ്യപരമായിട്ടുള്ള ചർച്ചയിലേക്ക് പോകും. ഒരു ഇടതുപക്ഷ അനുകൂലി എന്ന നിലയിൽ അല്ലെങ്കിൽ നിരീക്ഷകൻ എന്ന നിലയിൽ കെബിൻ ഒരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് അനുകൂല അല്ലെങ്കിൽ നിരീക്ഷണം എന്ന് പറഞ്ഞ് ഞാനൊരു കാര്യം പറയും. BJP അനുകൂല നിലപാട് രാഹുൽ സംസാരിക്കുക, അതെ ഞാൻ സംസാരിക്കില്ലേ? CPM അനുകൂല നിലപാടുകൾ. നമ്മളിപ്പോ രാഷ്ട്രീയത്തെ പറ്റിയും രാഷ്ട്രീയ പാർട്ടികളെ പറ്റിയും പഠിക്കുമ്പോൾ കൃത്യമായി ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയം ഒരുപാട് മാറിയിട്ടുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങളാണെങ്കിൽ പോലും ഓരോ ദിവസവും കൃത്യമായിട്ട് ഇത്തരത്തിൽ BJP രാഷ്ട്രീയം സംസാരിക്കാറില്ലേ, അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയം സംസാരിക്കാറില്ലേ, CPM രാഷ്ട്രീയം സംസാരിക്കാറില്ലേ? ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചാനലാണ് എന്ന് പറയുന്ന ചാനലുകൾ പോലും കോൺഗ്രസ് രാഷ്ട്രീയം സംസാരിക്കാറില്ലേ? അപ്പൊ ഇവര് പഴയ ചരിത്രങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ എന്തിനാണ്? കോൺഗ്രസിന്റെ PR ആയതുകൊണ്ടാണ് ഈ ഇപ്പം CPM കൃത്യമായിട്ട് അജണ്ടയുടെ ബേസിൽ നടന്നുകൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ടയുടെ പേരിൽ നടന്നുകൊണ്ടുപോകുന്ന മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നത്? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അജണ്ടകളും നേഷൻ ഫസ്റ്റിനെ സംബന്ധിച്ചില്ല. കൃത്യമായി പറഞ്ഞാൽ ഒരു കാര്യത്തെ സംബന്ധിച്ച്, ഒരു വിഷയത്തെ സംബന്ധിച്ച് രണ്ട് വശങ്ങൾ അതിനെപ്പറ്റി വിഷയാസ്പദമായി പഠിച്ചതിന് ശേഷം നമ്മൾ കൃത്യമായിട്ടുള്ള ചർച്ചകളാണ്. എന്ന് തന്നെയാണെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോഴും മുഖങ്ങൾ മാറി മാറി വരും, വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയം സംസാരിക്കുന്ന ആളുകൾ കടന്നു വരും. ഒരു ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയങ്ങൾ സംസാരിക്കുമ്പോൾ, വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റുകൾ സംസാരിക്കുമ്പോൾ, വ്യത്യസ്തത കൊണ്ടുവരുമ്പോൾ മാത്രമേ ചാനലുകളും വ്യത്യസ്തമാകാറുള്ളൂ.